മനസ്സിൽ എന്തൊക്കെയോ നീ അടക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാടുണ്ട് പറയാൻ. സുധിയുടെ സംസാരം അതിരുവിടുന്നുവെന്ന് മനസ്സിലാക്കുന്ന നിരഞ്ജന സുധിയെ വിളിച്ചുകൊണ്ടുപോകുന്നു. സുധി തന്റെ കുറവുകൾ ആരോടെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ പോകാൻ അനുവദിക്കണമെന്ന് നിരഞ്ജന. എന്റെ കുറവുകൾ അറിഞ്ഞ് അച്ഛന്റെ അമ്മയുടെ മുന്നിൽ മുഖാമുഖം നോക്കി നിൽക്കാൻ എനിക്ക് കഴിയാത്തോണ്ടാണ്. കുഞ്ഞ് സുരക്ഷിതമായി ചെന്നൈയിലുണ്ടെന്നറിയിച്ച് അർച്ചനയ്ക്ക് ഒരു കത്ത് ലഭിക്കുന്നു. ലോകം അവനെ അറിയൂ. രാത്രിമഴ തുടരുന്നു. ഇതെപ്പോഴാ കിട്ടിയത്? ഇന്ന് കിട്ടിയതേ ഉള്ളൂ. അപ്പോ കുഞ്ഞ് ഭിക്ഷാടന മാഫിയുടെ കയ്യിലൊന്നും അല്ല എത്തപ്പെട്ടത്. അവർക്ക് അമ്മയെ ആശ്വസിപ്പിക്കാൻ ഇങ്ങനൊരു കത്തെഴുതി അയക്കേണ്ട കാര്യമില്ലല്ലോ. കത്തിൽ പറഞ്ഞ വിലാസം തെറ്റാണ്. എന്നാൽ കത്ത് അയച്ചിട്ടുള്ളത് സാലിഗ്രാമത്തിൽ നിന്നുമാണ്. കുഞ്ഞ് അവിടെയുണ്ടെന്ന് പറഞ്ഞത് ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനാണ്. അന്വേഷിക്കാതെ എങ്ങനെ പറയാൻ പറ്റും സർ? അന്വേഷിക്കാതെ തന്നെ ഈ കത്തിന്റെ പിന്നിലെ ബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഒരു കാര്യം ഉറപ്പായി, കുഞ്ഞ് കേരളത്തിൽ തന്നെയുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. നിങ്ങൾ കേസിന്റെ പിന്നാലെ നടക്കുന്ന കാര്യം അവർക്കറിയാം. ഇതൊക്കെ ഞങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളാണ് സർ. പിന്നെന്തിനാ ഇതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? കുറച്ച് ദയ കാണിക്കണം സർ. എന്നെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായതല്ലേ. എന്റെ കുഞ്ഞ് ഈ നാട്ടിൽ തന്നെയുണ്ട്. കുഞ്ഞ് എന്ന് പെട്ടിരിക്കുന്നത് നല്ല കൈകളില. കത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യമാകാനാ സാധ്യത. മക്കളില്ലാത്ത ഏതോ സമ്പന്നരുടെ കൈകളിലാണ് ഈ കുഞ്ഞ്. കത്തിൽ പറഞ്ഞ പോലെ അവരാ കുഞ്ഞിനെ വളർത്തും. സാർ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറണമെന്നോ? എന്റെ കുഞ്ഞിനെ ഞാൻ മറന്നേക്കണമെന്നാണോ? നിങ്ങൾക്ക് കൈ കഴുകാം, എനിക്കത് പറ്റില്ല. ഒരമ്മയുടെ മനസ്സ് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിത് പറയില്ലായിരുന്നു. മോളെ, അമ്മയെന്ന വാക്കിന്റെ അർത്ഥമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. അതിനിതൊന്നും പോരാ, ചൂണ്ടിക്കാണിക്കാനൊരു തന്ത വേണം. അയാളത് നിഷേധിക്കാനും പാടില്ല. ആരാ നിന്റെ കുഞ്ഞിന്റെ തന്ത? ഇതുവരെ നീ അത് പറഞ്ഞില്ലല്ലോ. കേക്കട്ടെ ഞാൻ. ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കുമ്പോ ആദ്യം ആ വിവരമാ പറയേണ്ടത്. അതൊക്കെ മറന്നതാ സാറേ. എന്നാ പിന്നെ കൊച്ചിനെയും മറന്നേക്കണം. അതിന് പറ്റുമോ? ഇല്ലല്ലോ. എങ്കിൽ തന്ത ആരാന്ന് പറ. ഇനിയിപ്പോ അവൻ ആളെ വെച്ച് തട്ടിയെടുത്താണെങ്കിലോ? അവന്റെ കസ്റ്റഡി കുഞ്ഞുണ്ടെങ്കിലോ? സാറേ, അവൻ ഇപ്പോഴും വിവരങ്ങളൊന്നും അറിയില്ല. പോലീസുകാരും മണ്ടന്മാരാണെന്നാണല്ലോ ഇവളുടെ ധാരണ. ഞങ്ങൾക്കും ഇങ്ങനെ പലതും ചോദിക്കാനും സംശയിക്കാനും ഉണ്ട്. നിങ്ങളുടെ കൃത്യമായ വിലാസത്തിലേക്കാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. എന്താ ഇപ്പൊ ആവേശമൊക്കെ അങ്ങ് അടങ്ങിയോ? കത്ത് കിട്ടിയപ്പോ ഉടനെ കൊണ്ടുവന്നാ സാറേ. ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഇപ്പൊ തന്നെ ഈ വിലാസം അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. ആ എന്നാ ചെല്ല്. എണീക്ക് മോളെ. ഞങ്ങൾ ലെറ്ററിനെ കുറിച്ച് അന്വേഷിക്കാം. ലെറ്റർ സാറിൻ്റെ കൊടുത്തല്ലോ? കൊടുത്തു. നിങ്ങളുടെ നമ്പറിലേക്ക് കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ആരെങ്കിലും വിളിച്ചാ ആ വിവരം അറിയിക്കണം. തിരിച്ചു വിളിക്കരുത്. ഇല്ല. മോളെ, എന്താ? ഒന്ന് പിടിച്ചേ മോളെ. അയ്യോ മോളെ, താൻ പോയി കുറച്ച് വെള്ളം എടുത്തോളൂ. സർ, പ്രസവം കഴിഞ്ഞിട്ട് 2 ആഴ്ച പോലും ആയില്ല. തലയുറ്റി വീണതാ. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. സർ, പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കേ. മോളെ, മോളെ. സർ, നമ്മന് പോവാൻ ചെയ്യും സർ. പോവാം. എന്താ പ്രകാശ്? എന്നിട്ട് ഇപ്പൊ എവിടെയുണ്ട്? ഏത് ഹോസ്പിറ്റൽ? ശരി ശരി. ആരാ സാറേ ഹോസ്പിറ്റലിൽ? ആ കുഞ്ഞിന്റെ അമ്മ സ്റ്റേഷനിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പ്രകാശനാ വിളിച്ച് പറഞ്ഞത്.
അവിടെ തലചുറ്റി വീണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോ പ്രശ്നം സീരിയസ് ആണല്ലോ സാറേ. ആ ഹലോ നിരഞ്ജന. ആ എന്താ ഫൈസി? നിരഞ്ജന അർച്ചനയ്ക്ക് കത്തയച്ചിരുന്നു. അവൾ അതുമായി പോലീസ് സ്റ്റേഷനിൽ വന്നല്ലേ? ഛെ, എന്ത് മണ്ടത്തരവാ നിരഞ്ജനെ കാണിച്ചത്. എല്ലാം ഒന്ന് ആറി തണുത്ത് വന്നതായിരുന്നു. തണുപ്പിക്കാനാ ഞാനും ശ്രമിച്ചത്. ആദ്യമൊന്ന് ആളിയാലും പിന്നെ തണുക്കും ഫൈസി. എന്താ താൻ ആ കത്തിൽ എഴുതിയത്? സിമ്പിൾ. ഏതൊരമ്മയെ ആശ്വസിപ്പിക്കുന്ന കുറച്ച് നല്ല വാക്കുകൾ. അതിനപ്പുറം ഒന്നുമില്ല. അത് വേണ്ടായിരുന്നു. വേണമെന്ന് എനിക്ക് തോന്നി. ഫൈസിൽ നിന്ന് അർച്ചനയുടെ അഡ്രസ് ഞാൻ മനസ്സിലാക്കിയത്. ഭയപ്പെടാൻ വേണ്ടി ഒന്നും ആ കത്തിലില്ല. DTP ചെയ്ത ലെറ്റർ അയച്ചത്. ഇവിടുത്തെ സെർവൻ്റ് അയഗേഷൻ ചെന്നൈക്ക് പോയപ്പം കൊടുത്തുവിട്ടതാ. സാലിഗ്രാമത്തിൽ ചെന്ന് അയാളത് പോസ്റ്റ് ചെയ്തു. നിരഞ്ജന ആ വഴിക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നി. മനസാക്ഷി എനിക്കും ഇല്ലേ? ആ കത്തിലെ വരികൾ അർച്ചന മനസ്സിലാക്കിയ ഇനി ഒന്നിനും അവൾ വരില്ല. ഞാനും ഇനി ഒന്നിനും ഇല്ല. ഫൈസയെ ഞാൻ വിളിക്കണമെന്ന് കരുതിയതാ. ശ്രുതി പോകുന്നതിന് മുമ്പ് നിങ്ങൾ 3 പേരും ഇങ്ങോട്ടൊന്ന് വരണം. ഞാൻ സ്നേഹം വിളിച്ച് പറഞ്ഞോളാം, നിങ്ങൾ വരണം. ശരി. ആ എത്ര ലാഘവത്തോടെ അവൾ സംസാരിക്കുന്നത്. അർച്ചനയെ എനിക്കൊന്ന് നേരിൽ കാണണം. നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം. ശരി സാർ. മോളെ മോള് കിടന്നോ? ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണം കൊണ്ട് തളർന്ന് വീണു പോയതാ സാറേ. അതിന് മാത്രമുള്ള ആരോഗ്യമൊന്നും എൻ്റെ കുഞ്ഞിനില്ല. നിവൃത്തികേടുകൊണ്ടാ സാറേ ഇറങ്ങി പുറപ്പെട്ടത്. ഡോക്ടർ എന്ത് പറഞ്ഞു? നാളെ പോകാന്ന് ഡോക്ടർ പറഞ്ഞു. കൂടെ ആരും വന്നില്ലേ? ഇല്ല സാറേ. ഇങ്ങനെയൊക്കെ വരുമെന്ന് കരുതിയതാണോ? ഒരു കത്ത് വന്നപ്പോൾ ഓടി പോന്നതാ. എന്ത് കത്താ വന്നത്? അതെടുത്ത് കൊടുക്കു കുഞ്ഞമ്മേ. ഇത് സ്റ്റേഷനിൽ കൊടുത്തില്ലേ? കോപ്പി എടുത്താ കൊടുത്തത്. സാറ് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കേസ് അന്വേഷിക്കാൻ ഈ സാറാ നമ്മുടെ വീട്ടിൽ ആദ്യം വന്ന്. ആരും എന്നോട് ഒരു ദയം കാണിക്കുന്നില്ല സർ. എന്റെ കുഞ്ഞിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വലിയ ഏതോ വീട്ടിൽ എന്റെ മോൻ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് CA സാർ പറഞ്ഞത്. അതിനു വേണ്ടിയാണോ ഞാൻ എന്റെ മോനെ പ്രസവിച്ചത്? എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അവനെനിക്ക് കിട്ടില്ല എന്നറിഞ്ഞ പിന്നെ ഞാൻ ഉണ്ടാവില്ല. ആരുടെ ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല, വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ കുഞ്ഞില്ലാതെ ഞാൻ എന്തിനു ജീവിക്കണം? എന്റെ മോനെ കൈയടക്കി വെച്ചിരിക്കുന്നവർ എല്ലാം അറിയുന്നുണ്ട്. എനിക്കിത് മനസ്സിലായി. എന്റെ സങ്കടം കണ്ടിട്ടും അവരുടെ മനസ്സ് അലിയാതെ പോകുന്നുണ്ടല്ലോ. എന്റെ കണ്ണീരിന്
ഒരു വില അവർ കാണുന്നില്ല. നൊന്ത് പ്രസവിച്ച ഒരമ്മയുടെ മനസ്സറിയാത്തവര് മനുഷ്യരാണോ? ഇത്രയും ക്രൂരത അവരെന്തിനെന്നോട് കാണിക്കുന്നു? അവർക്ക് ജീവിതമുണ്ട്, പണമുണ്ട്. എനിക്ക് എന്താ സാർ ഉള്ളത്? എന്റെ കുഞ്ഞല്ലാതെ എനിക്കൊന്നുമില്ല. ഇങ്ങനെ കരയല്ലേ മോളെ? ഞാനൊന്നും മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്റെ ചുറ്റുവട്ടത്ത് തന്നെ അവരുണ്ട്. ഞാൻ എന്റെ ഈ ജീവൻ കൂടി അവർക്ക് കൊടുക്കും. അതുകൊണ്ട് അവർ തൃപ്തിപ്പെടട്ടെ. ഇങ്ങനെയൊന്നും പറയാതെ മോളെ. പറയില്ല, ഞാനത് ചെയ്യും. എന്റെ കുഞ്ഞിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവരറിയണം. എന്നോട് ചെയ്ത ചതി അവര് മനസ്സിലാക്കണം. മോളെ, എനിക്ക് ജീവിക്കേണ്ട കുഞ്ഞമ്മ. എന്നെ ചതിച്ചവരുടെ മുമ്പിൽ എനിക്കിനി ജീവിക്കണ്ട. സർ, കണ്ടോ സാറേ? ഉം. എങ്ങനെയുണ്ട്? പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ സഹായത്തിന് ആരുമില്ല. ജെയിംസ് ഇവിടെ നിൽക്കുക. അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. സർ, രാവിലെ ജെയിംസ് ഇങ്ങോട്ട് വരണം. വരാം സർ. ഡിസ്ചാർജ് ആയ ഒരു ടാക്സി വിളിച്ച് അവരെ കയറ്റി വീട്ടിലേക്ക് വിടണം. വേണ്ടതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം സർ. ഇത് വെച്ചോ. പിന്നെ താൻ വൈകിട്ട് പോയാൽ മതി. നാളെ എന്നെ വിളിക്കണം. സർ. ശരി എന്നാ. ആ. എന്താ മക്കളെ? അച്ചുവച്ചി, ശ്യാമള എപ്പോഴാ വിളിച്ചേ? 10 മിനിറ്റ് ആവും. ഹോസ്പിറ്റലിലേക്ക് പോകുന്നെന്നാ പറഞ്ഞേ. അച്ഛനൊന്ന് വേഗം ചെല്ല്. വിവരങ്ങൾ അറിയാതെ പോകാൻ പറ്റില്ലല്ലോ. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കുഞ്ഞമ്മേ, ആരോ വിളിക്കുന്നു. വീട്ടിൽ നിന്നാവും. ഹലോ. എത്ര നേരമായിട്ട് വിളിക്കുന്നടി? എനിക്കൊന്നിനും വയ്യ. ഇവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഏതാശുപത്രിയിലാ? നീ അതങ്ങോട്ട് പറ. ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട്? കണ്ണു തുറന്നു. നാളെ പോകാന്നാ ഡോക്ടർ പറഞ്ഞു. ഇവിടുന്ന് പുറത്തേക്ക് പോകാനോ അകത്തേക്ക് വരാനോ ഒന്നും എനിക്കറിയില്ല. ഒരു ഗ്ലാസ് ചായ വാങ്ങാൻ പോകാൻ പോലും പറ്റുന്നില്ല. അവൾക്ക് ബോധമെന്ന നിലയ്ക്ക് പേടിക്കാനൊന്നുമില്ലടി. നീ പേടിക്കാതെ നിൽക്ക്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ആ, വരണേ. വിളിച്ചാ ഫോൺ എടുക്കണം. നീ വെച്ചോ. ആ, ചിറ്റപ്പൻ ഉടനെ വരും മോളെ. എനിക്കൊന്നുമില്ല കുഞ്ഞമ്മേ. തലചുറ്റി വീണതല്ലേ. ചിറ്റപ്പനെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. നീയൊന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ? പേടിക്കാനൊന്നുമില്ല. ഇന്നൊരു ദിവസത്തേക്ക് അവിടെ കിടക്കണം. നിങ്ങൾ വാതിലടച്ചിരുന്നോ, ഞാൻ പോയിട്ട് വരാം. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അച്ചുവച്ചി തലചുറ്റി വീഴില്ല. അച്ഛനങ്ങോട്ട് പോവല്ലേ. അച്ചുവച്ചിക്ക് ഒരാപത്തും വരില്ല. നീ വാ. മനസ്സിന്ന് അവളുടെ മുഖം മാഞ്ഞു പോകുന്നില്ല. ഞാൻ കാരണമാ അവൾക്ക് ഈ ദുർവിധി വന്നത്. കുഞ്ഞിനെ കണ്ടെത്തിത്തരാൻ അവൾ എന്നോട് കെഞ്ചി പറഞ്ഞു. അവൾ അറിയുന്നുണ്ടോ ആ കുഞ്ഞിനെ തട്ടിയെടുത്ത് മറ്റൊരാൾക്ക് കൊടുത്തത് ഞാനാണെന്ന്? എങ്കിൽ അവൾ എന്നെ വെറുതെ വിടില്ലായിരുന്നു. ഒരു കള്ളനെ പോലെ എനിക്ക് അവളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. ഒരു പോലീസുകാരന്റെ കടമ ഞാൻ ചെയ്തില്ല. കേസിന്റെ വഴിക്ക് പോയെങ്കിൽ അർച്ചനയ്ക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമായിരുന്നു.
വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യാനല്ലേ നമ്മളത് ചെയ്തത്. അത് മണ്ടത്തരമായി പോയി. എല്ലാം നിരഞ്ജനയുടെ വഴിക്ക് വിട്ടാ മതിയായിരുന്നു. അമ്മാളുവിന്റെ വിഷയത്തിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം അപ്പോ അവിടെ തീർന്നേനെ. ഇതങ്ങനെയല്ല സ്നേഹ. അർച്ചനയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയും തോറും ചെയ്ത പാപമോർത്ത് എന്റെ നെഞ്ച് കത്തുക. അവിവാഹിതയായ ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെയും വയറ്റിൽ ചുമന്ന് 10 മാസം എങ്ങനെ ജീവിച്ചെന്ന് നീ ഒന്ന് ഊഹിച്ചു നോക്ക്. എന്തിനു വേണ്ടിയാ അവൾ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത്? ആ കുഞ്ഞിനു വേണ്ടിയല്ലേ? അവൾക്കതിനെ വേണ്ടായിരുന്നെങ്കിൽ അബോട്ട് ചെയ്ത് കളയാമായിരുന്നില്ലേ? ഇക്കാര്യത്തിൽ എനിക്ക് ഒരു മറുപടിയും പറയാനില്ല ഫൈസി. പക്ഷെ ഫൈസി ഇപ്പോൾ അർച്ചനയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ പാപത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല. കുഞ്ഞിനു വേണ്ടി ഒരമ്മ നെഞ്ചുപൊട്ടി കരയുമ്പോൾ നമുക്കെങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാവും? നമ്മുടെ മോളെ പിരിഞ്ഞ് ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ നിനക്ക് കഴിയൂ? 10 മാസം അവള് മനസ്സ് തുറന്ന് മിണ്ടിയിട്ടുള്ളത് വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനോട് മാത്രമാവും. തന്റെ സങ്കടങ്ങൾ പറയാൻ വേറെ ആരാ ഉള്ളത് അവൾക്ക്? ഫൈസി, എന്ത് വേദനയാ നിരഞ്ജന അനുഭവിച്ചത്? അർച്ചന കാരണം ഒരു ജീവിതം കിട്ടിയവളാ നിരഞ്ജന. ഇപ്പോ അർച്ചനയുടെ കുഞ്ഞിനെ അവൾക്ക് വേണം. നീ പറ, നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം? ഒരമ്മയുടെ കരച്ചിലിന് മുന്നിൽ കാതുപൊത്തണോ? അതോ അവളോട് നീതി കാണിക്കണോ? നിന്റെ മറുപടിയാ എനിക്ക് വേണ്ടത്. ഫൈസിയുടെ ഏത് തീരുമാനത്തിനും കൂടെ ഞാനുണ്ട്. ദാ അച്ചുവേച്ചി, ഒന്നുമില്ല മോളെ. പോലീസുകാര് അച്ചുവേച്ചിയുടെ മോശമായി പെരുമാറിയല്ലേ? ആ കത്ത് കിട്ടിയത് കേസ് അവസാനിപ്പിക്കാൻ ഒരു കാരണമായിട്ടാ അവർ കരുതുന്നത്. നിങ്ങൾ അവളെ അകത്ത് കൊണ്ടുപോയി കിടത്ത്. ചെല്ല്. വാ അച്ചുവേച്ചി. ദാ ഇനി കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത്. അവരങ്ങനെ വല്ലതും പറഞ്ഞോടി. അത് കേട്ട് നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടല്ലേ അവള് തലചുറ്റി വീണത്. അപ്പോ ഇനി അന്വേഷണമൊന്നും ഉണ്ടാവില്ലേ അമ്മേ? എല്ലാം അവസാനിപ്പിച്ചു മോളെ. ഇനി അവക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് ആരും കരുതണ്ട. ആ കത്തിനെ പറ്റി അവർക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റൂ? കത്തിലെ വിലാസം തെറ്റാന്നോ പോലീസ് പറയുന്നേ? അവരന്വേഷിച്ചിട്ടൊന്നും അല്ല പറയുന്നേ. നീ അവളുടെ കയ്യിൽ നിന്ന് ആ വിലാസം കുറിച്ചോണ്ട് വാ. അവിടെ ചെന്ന് അന്വേഷിക്കാൻ എനിക്ക് പോലീസിന്റെ സഹായമൊന്നും വേണ്ട. ചെന്നൈയിലെ സാരി ഗ്രാമമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കണക്കിന് പോലീസ് പറയുന്നത് ശരിയല്ലേ? ആരും സ്വന്തം വിലാസം വെച്ച് കത്ത് അയക്കില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. കുഞ്ഞിനെ വാങ്ങിയവരതിനെ നല്ല രീതിയിൽ വളർത്തിയാൽ മാത്രം മതി. അങ്ങനെ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ. എഴുതി തള്ളാൻ പറ്റടി. നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? കാർത്തിയാനിയുടെ കയ്യിലുണ്ടായിട്ട് പോലും അർച്ചനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെയാ വേറൊരു നാട്ടിൽ ഏതോ വലിയ വീട്ടിൽ വളരുമ്പോൾ. ഇപ്പൊ തന്നെ ദിവസങ്ങൾ എത്രയായി? കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുക. അച്ഛാ, അഡ്രസ്. ഇങ്ങനെ ഒരു കത്ത് വന്നിട്ട് കൈയും കെട്ടി നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ലടി. ഈ അഡ്രസ് തട്ടിപ്പാണെങ്കിലും അതിന്റെ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഈ മനസ്സ് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടാകുമായിരുന്നോ? അച്ചു, അമ്മയുടെ വാവ കരയല്ലേടാ? ഓ, അമ്മയുടെ വാവ വന്നാട്ടെ. ഓ, കരയല്ലേ? എന്റെ മുത്തു കരയല്ലേ? ഓ, ആ എന്താടാ? അച്ഛൻ ഇറങ്ങാറായില്ലോ ചോദിക്കടാ. എറണാകുളം വരെ പോയിട്ട് എപ്പോ വരാനാ? ട്രാവൽ ഏജൻസിയിൽ ചെന്നാൽ അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല. ഏറിയാൽ ഒരു അരമണിക്കൂർ. ആ, അഴകേച്ചന് മോൾക്കുട്ടി എത്തിയില്ലേ? അവർ വരാൻ വൈകും. കാണുന്നവരോടൊക്കെ കൊഞ്ചിക്കൊഴിയാതെ അവൾ വരുമെന്ന് വിചാരിക്കണ്ട.
സുധി ചെല്ല്. ആ താൻ വന്ന് ഡോർ ലോക്കി. ആ. ഡാ 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 ഞാനിത് ചെയ്തോളാം. സുധി പോയിട്ട് വരാൻ നോക്ക്. കുട്ടൂസേ. ഡാ 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 ഡാ. ഉമ്മ. അച്ഛൻ പോയിട്ട് വരാട്ടോ. ഉമ്മ. ചെല്ലു സുധി. സന്ധ്യയായ പിന്നെ മഞ്ഞും തുടങ്ങും. ശരി. അമ്മയുടെ മോൻ വാ വാ വോ. നമുക്ക് പാല് കുടിക്കാം. പാല് കുടിക്കാം. പാല് കുടിക്കാം. വിശക്കുന്നില്ലേടാ നിനക്ക്? പാല് കുടിക്കാലോ. ഓ കരയല്ലേ കരയല്ലേ. അമ്മയുടെ മോൻ വാ. ചേച്ചി, ഹിമ ഡോക്ടറാ. മാഡം, അർച്ചന, എന്തെങ്കിലും വിവരം കിട്ടിയോ മാഡം? കാര്യങ്ങള് നമ്മൾ ഊഹിച്ചതുപോലെ തന്നെയാ. ലെറ്ററിലുള്ളത് വ്യാജ അഡ്രസ്സാ. സാലിഗ്രാമത്തില് അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് ഇല്ല. പോലീസ് അന്വേഷിച്ചു. കുഞ്ഞിനെ കയ്യിൽ വെച്ചിരിക്കുന്ന ആരോ ആണ് ആ ലെറ്റർ അയച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാം. കുഞ്ഞ് ചെന്നെത്തിയിരിക്കുന്നത് സാധാരണക്കാരുടെ കയ്യിലല്ല, ഏതോ സമ്പന്നരുടെ കയ്യിൽ തന്നെയാ. അവർ ഈ കേസിനെ പറ്റി നല്ലോണം അന്വേഷിച്ചറിയുന്നുണ്ട്. കുഞ്ഞിന്റെ അമ്മയെ വരെ അവര് കണ്ടെത്തിയതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. അർച്ചനയോട് അവർക്ക് സഹതാപം തോന്നിക്കാണും. അല്ലെങ്കിൽ ഇങ്ങനൊരു ലെറ്റർ അയക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിനി എന്ത് ചെയ്യും മാഡം? എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുവോ? ഹലോ അർച്ചന. ചേച്ചി, എല്ലാവരും എന്റെ കുഞ്ഞിനെ കൈയൊഴിഞ്ഞു മോളെ. എന്നോട് കരുണ കാണിക്കാൻ ആരുമില്ല. എനിക്ക് തുണയായ ഈശ്വരൻ പോലും ഇല്ല. ചേച്ചി, ഭാഗ്യം കേട്ട ഒരമ്മയായി പോയി ഞാൻ. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ആർക്കു വേണ്ടി ജീവിക്കണം?